ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. സ്റ്റിപ്പിന്റെ സെന്ററും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് വെച്ചു കൊടുക്കുക. പേപ്പർ ആയതുകൊണ്ട് ചൂടടിക്കുമ്പോൾ നന്നായിട്ട് ഉരുവി പോവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ കട്ടി കുറഞ്ഞ ഒരു ഫാബ്രിക് മുകളിൽ ഇട്ടിട്ട് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിപ്പിൽ ചുളിവുകളൊന്നും വരാണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതും ഫ്രണ്ട് നെക്കും ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വെച്ച് ഇതും കട്ട് ചെയ്തെടുക്കുക. രണ്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് ആ 1/2 ഇഞ്ച് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിപ്പിൽ തട്ടാതെ തുണി മാത്രം മടക്കി ഇതുപോലെ പതുക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. രണ്ട് നെക്ക് ഞാൻ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റിപ്പിൽ തട്ടാനേ പാടില്ല. സ്റ്റിപ്പിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഉരുവി ഷേപ്പ് മാറിപ്പോകും. നമ്മുടെ തുണിയിൽ മാത്രം ഇതുപോലെ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇനിത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതുപോലെ രണ്ട് നെക്കും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബാക്കി അധികമായിട്ട് വരുന്ന ഫാബ്രിക് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോഴേ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നെക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ അധികമായിട്ട് നിൽക്കുന്നത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയുക. കണ്ടില്ലേ, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് നമുക്ക് നെക്ക് കിട്ടിയിട്ടുള്ളത്. അരികിൽ ഇത്രയും രീതിയിൽ മാത്രമേ ഫാബ്രിക് നിൽക്കാൻ പാടുള്ളൂ. ബാക്കി അധികമായിട്ട് വരുന്ന എല്ലാ പീസും കട്ട് ചെയ്ത് കളയണേ.